എക്സാമിന് വരാനായിട്ട് സാധ്യതയുള്ള ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ചോദ്യം ഇതാണ്: ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത് താഴെ പറയുന്നതിൽ ഏത് ആർട്ടിക്കിൾ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആർട്ടിക്കിൾ 324, 25, 26, 27. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു സുപ്രധാന ആർട്ടിക്കിൾ ആണ് അല്ലെ ആർട്ടിക്കിൾ 324 എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ആർട്ടിക്കിൾ 324 ആണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നിലവിലെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ് എന്നുള്ളത് കൂടെ ഇവിടെ പഠിക്കാം. ഗ്യാനേഷ് കുമാർ ആണ് കേട്ടോ. ഗ്യാനേഷ് കുമാർ ആണ് നമ്മുടെ നിലവിലെ ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ പഠിച്ചു വെക്കാം. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത് എന്നുള്ളത് കൂടെ ഓർമ്മിച്ചു വെക്കുക. 1950 ജാനുവരി 25-നാണ്. ഓക്കെ, 1950 ജാനുവരി 25-നാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നിലവിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ജാനുവരി 25-ന് തന്നെയാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത്? നാഷണൽ എലക്ഷൻ ഡേ ആയിട്ട്, അതല്ലെങ്കിൽ നമ്മുടെ സമ്മതിദായക ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക കേട്ടോ. അപ്പൊ 2025-ലെ ഈ പറയുന്ന നാഷണൽ എലക്ഷൻ ഡേന്റെ തീമായിട്ട് വരുന്നത് എന്താണ്, പ്രമേയം എന്താണ് എന്നുള്ളത് കൂടെ ഇതിനൊപ്പം അങ്ങ് പഠിച്ചു വെക്കുക. നത്തിങ് ലൈക്ക് വോട്ട്, ഐ വോട്ട് ഫോർ ഷുവർ, അല്ലെങ്കിൽ വോട്ട് പോലെ മറ്റൊന്നുമില്ല, ഞാൻ എന്തായാലും വോട്ട് ചെയ്യും എന്നുള്ളതാണ് 2025-ലെ നമ്മുടെ ഈ പറയുന്ന ദേശീയ സമ്മതിദായക ദിനത്തിന്റെ, അതല്ലെങ്കിൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയമായിട്ട് വരുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ അങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ പ്രധാന ആർട്ടിക്കിൾ ആണ് 324 എന്ന് പറയുന്നത്. അതിന്റെ റിലേറ്റഡ് ഫാക്ടുകൾ കൂടെ ഇങ്ങനെ അങ്ങ് ഓർമ്മിച്ചു വെക്കുക. അപ്പൊ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി മറക്കാതെ ഫോളോ ചെയ്യുക. താങ്ക്